ഇറാനിലോട്ടുള്ള ഫ്ലൈറ്റ് പിടിക്കാൻ വേണ്ടി ടോണി മെൻഡിസിനെ അവൻ്റെ CIAയിലുള്ള സുപ്പീരിയറാണ് കാറിൽ എയർപോർട്ടിൽ കൊണ്ടുവിട്ടത്. കാറിൽ നിന്നിറങ്ങി എയർപോർട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് സുപ്പീരിയർ ടോണിയോട് പറഞ്ഞു, എടാ ടോണിക്കുട്ടാ, നിന്നെ അവിടെ വെച്ച് ആരെങ്കിലും പിടിക്കപ്പെടുകയെല്ലാം ചെയ്ത CIA ആണ് നിന്നെ അയച്ചതെന്നുള്ളത് ഇവിടുന്ന് ആരും പറയത്തില്ല. ആരും നിന്നെ രക്ഷിക്കാനും വരത്തില്ല. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ CIAയുടെ പേരാണ് ദോഷം വരുന്നത്. അതുകൊണ്ട് ഇനി നീ തന്നെ വേണം അവിടെ പോയി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. ഇതും പറഞ്ഞ് ഷെയ്ക്ക് ഹാൻഡും കൊടുത്തിട്ട് ടോണീനെ എയർപോർട്ടിലോട്ട് ഇറക്കി വിട്ടിട്ട് സുപ്പീരിയർ പോകുന്നു. എന്തിനാണ് ടോണി ഇറാനിലോട്ട് പോകുന്നത്? അവിടെ വെച്ചിട്ട് ടോണി ചെയ്യേണ്ട ദൗത്യം എന്താണ്? കൃത്യം 1 വർഷം മുമ്പ് നവംബർ 4, 1979 ഇസ്ലാമിസ്റ്റ് റെവല്യൂഷണറീസ് ടെഹ്റാനിലുള്ള US എംബസിനെ ആക്രമിക്കുകയും അവിടെയുള്ള 52 അമേരിക്കൻ ഡിപ്ലോമാറ്റ്സിലെയും സിറ്റിസൺസിനെയും ബന്ദികളാക്കുകയും ചെയ്യുന്നു. അതിലെ 6 അമേരിക്കൻ ഡിപ്ലോമാറ്റ്സ് ഈ റെവല്യൂഷണറീസ് അറിയാതെ എംബസിയിൽ നിന്നും രക്ഷപ്പെടുകയും അവർ കനേഡിയൻ എംബസിയിൽ അഭയം പ്രാപിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനകത്ത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിദേശീയരായിട്ടുള്ള എല്ലാവരും ഇറാനിൽ നിന്നും മടങ്ങണമെന്നുള്ളൊരു ഉത്തരവ് ഉടൻ തന്നെ ഇസ്ലാമിസ്റ്റ് ഗവൺമെൻറ് പുറപ്പെടുവിച്ചു. ഈ 6 അമേരിക്കൻസിൻ്റെ നില അതുകൊണ്ട് നല്ല രീതിയിൽ പരിങ്ങലിലായി. ഈ 6 പേരെയും എത്രയും പെട്ടെന്ന് ഇറാനിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി അമേരിക്കൻ സർക്കാരും അവരുടെ ചാരസംഘടനയായ CIAയും തല പുകഞ്ഞാലോചിച്ചു. പല വിധത്തിലുള്ള ടെക്നിക്സ് അവർ ആലോചിച്ചു. ഈവൻ സൈനിക ഓപ്പറേഷനെ പറ്റി പോലും ചിന്തിച്ചു. അപ്പോഴാണ് CIAയിലുള്ള ടോണി മെൻഡിസിൻ്റെ തലയിൽ ഒരു ഐഡിയ ഉദിച്ചത്. അതായത് ഒരു ഫേക്ക് മൂവിയുടെ ഷൂട്ടിങ്ങിനായിട്ട് വന്ന ആൾക്കാരാണ് ഈ 6 പേരെന്ന് വരുത്തി തീർക്കുകയും അതുവഴി അവരെ ഇറാനിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു ആ ഐഡിയ. അതിനായി അവർ അർഗോ എന്ന ഒരു മൂവിയുടെ സ്ക്രിപ്റ്റ് വിലയ്ക്ക് വാങ്ങുകയും ഒരു പ്രൊഡക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ഇവരുടെ ഈ ഐഡിയയുടെ വിശ്വസ്തതയ്ക്ക് വേണ്ടി അവർ ഒരു സ്ക്രിപ്റ്റ് റീഡിംഗ് സെഷനും അവിടുത്തെ പത്രങ്ങളിലൊക്കെ ഇങ്ങനൊരു മൂവിയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുകയാണെന്നുള്ള വാർത്ത കൊടുക്കുകയും ചെയ്തു. പിൽക്കാലത്ത് തെളിയിക്കപ്പെടുകയുണ്ടായി, അന്നത്തെ കാലത്തെ അപ്കമിംഗ് ഡയറക്ടറായിരുന്ന സ്റ്റീഫൻ സ്പിൽബർഗ് പോലും ഈ പ്രൊഡക്ഷൻ കമ്പനിയിൽ തൻ്റെ അടുത്ത സിനിമയ്ക്കായിട്ട് പിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറാനിലെത്തിയ ടോണി ഉടൻ തന്നെ കനേഡിയൻ എംബസിയിൽ എത്തുകയും അവിടെ ഈ 6 ഡിപ്ലോമാറ്റ്സിനെ കാണുകയും ചെയ്തു. അതിനുശേഷം ഈ 6 പേരിൽ ഓരോരുത്തർക്കും ഓരോ റോൾ അസൈൻ ചെയ്തു. ഒരാൾ സിനിമാറ്റോഗ്രാഫർ, ഒരാൾ സ്ക്രിപ്റ്റ് റൈറ്റർ. ടോണി മെൻഡിസ് ഈ പറയുന്ന 6 പേരെയും കൂട്ടിക്കൊണ്ട് ഇറാനിയൻ എയർപോർട്ടിലോട്ട് തിരിച്ചു. ഏത് നിമിഷവും പിടിക്കപ്പെടാമെന്നുള്ള രീതിയിലായിരുന്നു ഇറാനിയൻ എയർപോർട്ടിലുള്ള അവരുടെ ഓരോ മൂവ്മെൻറ്റ്സും. ഓരോ എംബസി സെഷൻസും അവർ വളരെ ഭാഗ്യപൂർവ്വം ക്ലിയർ ആവുകയും അവർ ഫ്ലൈറ്റിൽ ഇറാനിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. അമേരിക്കൻ സർക്കാരിൻ്റെയും കനേഡിയൻ സർക്കാരിൻ്റെയും അന്നത്തെ ഏറ്റവും വലിയ സുഹൃത്ത് ബന്ധത്തിൻ്റെ തെളിവായിരുന്നു ഈ 6 പേരെ അർഗോ എന്ന ഫേക്ക് മൂവിയുടെ പേരിൽ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയത്. പിന്നീട് ഇറാനിയൻ സർക്കാർ ഈ സത്യാവസ്ഥ മനസ്സിലാക്കുകയും അവർക്ക് അമേരിക്കക്കാരോട് ഒരു കാര്യം മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. പിന്നീട് 2012 ബെൻ അഫ്ലക്ക് എന്ന് പറഞ്ഞ പ്രശസ്തനായ സംവിധായകനും നടനും അർഗോ എന്ന ഒരു ഹോളിവുഡ് മൂവി ഡയറക്റ്റ് ചെയ്യുകയുണ്ടായി.